കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയിൽ മണ്ണിടിഞ്ഞു. വാഹനങ്ങൾ പോകുന്നതിനിടെയാണ് മണ്ണിടിഞ്ഞത്. അരുൺ പൂപ്രഭയുണ്ട്. അരുൺ, എപ്പോഴാണ് സംഭവം? അപകടമൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? അരുൺകുമാർ, വലിയ അപകടം തലനാരിഴക്കാണ് ഒഴിവായത് എന്ന് പറയേണ്ടി വരും. സംസ്ഥാന പാതയിൽ ചെളിയങ്കോടാണ് ഈ അപകടമുണ്ടായത്. അവിടെ ഈ റോഡിന്റെ മുകൾ ഭാഗത്ത് നിന്നും ആ മണ്ണ് ഇടിഞ്ഞ് താഴേക്ക് വീഴുകയായിരുന്നു. ആ സമയത്ത് അതിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ടായിരുന്നു. അതിൽ ഈ തളങ്കര സ്വദേശികൾ സഞ്ചരിച്ച ഒരു വാഹനത്തിന് വാഹനത്തിന് മുൻഭാഗത്തേക്ക് ഈ മണ്ണിടിഞ്ഞ് വീഴുകയും ചെയ്തു. പക്ഷേ ആർക്കും തന്നെ പരിക്കേറ്റിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപകടം തലനാരിഴക്കാണ് ഒഴിവായത്. ഇതേ പ്രദേശത്ത് തന്നെ, ഇതേ സ്ഥലത്ത് തന്നെ കഴിഞ്ഞ മഴക്കാലത്തൊക്കെ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. അതായത് ഈ റോഡിന്റെ മുകൾ ഭാഗത്ത് നിന്നും ശക്തമായ മഴ പെയ്യുമ്പോൾ മണ്ണിടിഞ്ഞ് താഴേക്ക് വീഴുന്ന സാഹചര്യമാണുള്ളത്. എന്തായാലും നിലവിൽ അവിടെ ഗതാഗതം അല്പസമയം തടസ്സപ്പെട്ടിരുന്നു. എന്തായാലും നാട്ടുകാരൊക്കെ ചേർന്ന് ആ മണ്ണ് നീക്കം ചെയ്ത് ഇപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് എന്നതാണ് ലഭിക്കുന്ന വിവരം. ഓക്കെ, വണ്ടി പൊക്കോണ്ടിരിക്കുന്ന സമയത്താണ് മുകളിൽ നിന്ന് മണ്ണിടിഞ്ഞ് വീണത്. വണ്ടിയുടെ ക്രിസ്റ്റയുടെ മുന്നിൽ വന്ന് വീണു, ഇടിച്ചു. അതിന്റെ മുൻഭാഗത്ത് അല്പം തകരാറുണ്ടായിട്ടുണ്ട്. ഇതിൽ വലിയ അപകടം ഒഴിവായി എന്നുള്ളതാണ്. പലയിടങ്ങളിലും സൂക്ഷിച്ച് നിങ്ങൾ ഡ്രൈവ് ചെയ്ത് പോവുക. നല്ല മഴയൊക്കെയുള്ള സ്ഥലമാണെങ്കിൽ, ദേശീയപാത നിർമ്മാണം നടത്തിയിരിക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ കുറച്ചുകൂടി സൂക്ഷിച്ചു പോകണം. കുറച്ചു ദൂരം കഴിയുമ്പോൾ വല്ല ഗർത്തത്തിലും പോയി വീഴാതെ രക്ഷപ്പെട്ട് നിങ്ങളുടെ സ്ഥലത്തെത്തിയാൽ അത് ഭാഗ്യം എന്ന് കരുതുക. ആലപ്പുഴയിൽ ഉണ്ടായ ഗർത്തം കണ്ടില്ലേ? 10 അടിയോളം താഴ്ച, 5 മീറ്ററോളം വീതി. അതാണ് ആലപ്പുഴയിലെ ഗർത്തത്തിൽ നമ്മൾ കണ്ടത്.